ഇന്നൊരു ചുക്ക് കാപ്പി കഥയായാലോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ചുക്ക് കാപ്പി വെക്കുന്നത് യൂട്യൂബ് നോക്കിയാണ്ടോ. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് നോക്കി വെക്കാൻ പഠിച്ചതും ചുക്ക് കാപ്പിയാണ്. ഞങ്ങളെ വീട്ടിൽ ക്ഷണിക്കാതെ കയറിയതിന് കുറച്ച് അതിഥികളുണ്ട്. ജലദോഷം, ചുമ, പനി. ഇവർക്കെല്ലാം ആദ്യം എൻ്റെ അമ്മ പൊടിക്കൈയാണ് തരാറ്. അതിലും അറിയില്ലെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് മരുന്ന് വാങ്ങിച്ചു തരാറുള്ളൂ. അപ്പം എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ചുക്കാപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു ദിവസം പെട്ടെന്ന് രാവിലെ എന്നിട്ടപ്പോൾ അമ്മ കൊട്ടും പോയി. എന്തായാലും എനിക്ക് വേണ്ടിയും ചേട്ടയ്ക്ക് വേണ്ടി അപ്പച്ചന് വേണ്ടിയും ചുക്കാപ്പി ഉണ്ടാക്കിയ നമുക്ക് ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് ഒരു 8 വർഷങ്ങൾക്ക് മുപ്പാടുള്ള കഥയാണ്. അങ്ങനെ ആദ്യം യൂട്യൂബ് നോക്കി ഞാൻ ചുക്കാപ്പി ഉണ്ടാക്കാൻ പഠിച്ചു. യൂട്യൂബ് പറഞ്ഞനുസരിച്ച് 5 പേരല്ല, 3 പനിക്കൂർക്ക, 4 കിളുന്ത് തുളസി, കൂട്ടത്തിൽ ചുക്കും കുരുമുളകും കൂടി എടുക്കണം കേട്ടോ. അത് നല്ലപോലെ ക്രഷ് ചെയ്തിട്ട് വേണം ഇതെല്ലാം കൂടി ഒരുമിച്ച് വെള്ളത്തിലിട്ട് തിളപ്പിക്കണം. ഇതിൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കണമെങ്കിൽ അത് പറ്റിച്ച് 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ആക്കണം. ഇതെല്ലാം കൂടി തിളപ്പിച്ചിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ കരിപ്പട്ടി, ശർക്കര പൊടിച്ചത് അല്ലെങ്കിൽ ചക്കര പൊടിച്ചതാണ് ആഡ് ചെയ്യേണ്ടത്. പഞ്ചസാര ആഡ് ചെയ്യരുത്. അതിനുശേഷം നല്ല കാപ്പിപ്പൊടി, ബ്രൂ അല്ല കാപ്പിപ്പൊടി ഇട്ട് വേണം നമ്മൾ തിളപ്പിച്ചിറക്കാം. അത് കഴിഞ്ഞ് ഇതേപോലെ ഒന്ന് ആവിയും കൂടി പിടിച്ചാലുണ്ടല്ലോ ഏത് ജലദോഷം തലവേദനയൊക്കെ പോകും കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് സെർവ് ചെയ്യാം. ഏത് തൊണ്ടവേദനക്കും പനിക്കും നല്ല സാധനമാണ്. തൊണ്ടക്ക് നല്ല എരിവ് കിട്ടും, നമുക്ക് നല്ല തൊണ്ടവേദന മാറിയും കിട്ടും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.